കിരൺ, ഇതാണ് ഇന്ത്യയുടെ ഭൂപടം. 2014 അപേക്ഷിച്ച് ചില മാറ്റങ്ങൾ വന്നിരിക്കുന്നു. 2014 ഇത് മൊത്തം കാവി പുതച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല സാഹചര്യം. അത് ഈ കണക്കുകളിലും വ്യക്തമാണ്. കാരണം 292 സീറ്റുകളാണ് ഇപ്പോൾ NDA ലീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ വിജയിക്കുകയോ ചെയ്തിരിക്കുന്നത്. അതായത് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 58 സീറ്റുകളുടെ കുറവ് NDAക്കുണ്ട്. 298 2019 കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ BJP ഒറ്റയ്ക്ക് അന്ന് 303 സീറ്റ് നേടിയിരുന്നെങ്കിൽ ഇപ്പോൾ NDA സഖ്യത്തിന് മാത്രം 292 സീറ്റുകളാണ് അവർ ലീഡ് ചെയ്യുന്നത്. ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റം ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ നടത്തിയിരിക്കുന്നു. അതായത് 233 സീറ്റിൽ ഇന്ത്യ സഖ്യം വിജയിക്കുകയോ അല്ലെങ്കിൽ ലീഡ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. 104 സീറ്റിന്റെ വർധനവാണ് 2019 അപേക്ഷിച്ചുണ്ടായിരിക്കുന്നത്. മറ്റുള്ളവർ 18 സീറ്റുകൾ നേടിയിട്ടുണ്ട്. ഇനി NDAയിൽ തന്നെ പാർട്ടികളുടെ കണക്കെടുക്കുകയാണെങ്കിൽ BJP 240 സീറ്റുകളാണ് നേടിയിരിക്കുന്നത്. അതായത് കേവല ഭൂരിപക്ഷത്തിന് 32 സീറ്റുകളുടെ കുറവ് BJPക്കുണ്ട്. TDP 16 സീറ്റുകൾ നേടിയിരിക്കുന്നു. ആന്ധ്രയിൽ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ TDP നേതൃത്വത്തിൽ അവിടെ അധികാരം പിടിക്കുകയും ചെയ്തിട്ടുണ്ട് NDA. JDU 12 സീറ്റുകൾ നേടി. ബീഹാറിൽ തന്നെ ശ്രദ്ധേയമായ പ്രകടനം, മറ്റിടങ്ങളിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ പരാജയപ്പെടുമ്പോഴും ബീഹാർ NDAക്കൊപ്പം നിൽക്കുന്നത് കണ്ടു. അതിൽ JDU 12 സീറ്റുകൾ നേടി. ശിവസേന 7 സീറ്റുകളാണ് നേടിയിട്ടുള്ളത്. ഒപ്പം LJP അവർക്ക് അനുവദിച്ച 5 സീറ്റുകളിൽ 5ഉം വിജയിക്കുന്നതാണ് കണ്ടത്. അതും ബീഹാറിൽ നിന്നാണ്. JDS 2 സീറ്റുകൾ വിജയിക്കുന്നു. മറ്റുള്ളവരെല്ലാം കൂടി 10 സീറ്റ്. ഇനി ഇന്ത്യ സഖ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ 233, അതായത് കോൺഗ്രസ് അവിടെ 99 സീറ്റ് നേടുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏറ്റവും മികച്ച പ്രകടനത്തിലേക്ക് കോൺഗ്രസ് വരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 2014 44, 2019 52, അവിടെ നിന്ന് 99 എന്ന് പറയുന്ന സംഖ്യയിലേക്ക് കോൺഗ്രസ് എത്തുന്നു. സമാജ്വാദി പാർട്ടി ഈ തെരഞ്ഞെടുപ്പിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പ്രകടനം നടത്തിയ പാർട്ടിയാണ് സമാജ്വാദി പാർട്ടി. 37 സീറ്റുകൾ വിജയിക്കുന്നു. UPയിലെ തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ പ്രകടനത്തിൽ സമാജ്വാദി പാർട്ടി നിർണായകമായ പങ്കുവഹിച്ചിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് 29 സീറ്റുകൾ നേടുമ്പോൾ ബംഗാളിൽ അവർ നില മെച്ചപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് BJPയോടെ വലിയ വെല്ലുവിളിയാവും എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല സംഭവിച്ചത്. മറിച്ച് കഴിഞ്ഞ തവണത്തേതിനെ അപേക്ഷിച്ച് 7 സീറ്റിന്റെ വർധനവ് അവിടെ TMCക്ക് ഉണ്ടായിരിക്കുന്നു. DMK തമിഴ്നാട് തൂത്തുവായിരുന്നു. ഇന്ത്യ സഖ്യം അവിടെ തൂത്തുവായിരുന്നു. അതിൽ DMKക്ക് 22 സീറ്റുണ്ട്. ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയ്ക്ക് 9 സീറ്റ്, ശരത് പവാറിന് 7 സീറ്റ്. ആ 2 പാർട്ടികളും യഥാർത്ഥ ശിവസേനകളും ഒപ്പം തന്നെ യഥാർത്ഥ NCPയുമാണെന്ന് അവിടെ തെളിയിച്ചിരിക്കുകയാണ്. മറ്റെല്ലാ പാർട്ടികളും പ്രത്യേകിച്ച് CPM അടക്കമുള്ളവർ ചേർന്നുകൊണ്ട് 30 സീറ്റുകളുമാണ് ഇപ്പോൾ നിലവിലെ കണക്ക്. കണക്കുകൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ കോൺഗ്രസിന് ഒരു വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 99 സീറ്റുകളിലേക്ക് അവർ 51 നിന്ന് ഉയർന്ന് 99ലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ BJP അവരുടെ നില താഴോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ XP ആണ് ബ്ലാക്ക് ഹോഴ്സ്. കഴിഞ്ഞ തവണ UPയിൽ 5 സീറ്റ് ഒക്കെ ഉണ്ടായിരുന്ന SP ഇത്തവണ അത് 37 സീറ്റാക്കി ഉയർത്തിയിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസും നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ കോൺഫിഡൻസോടുകൂടിയാണ് തൃണമൂൽ കോൺഗ്രസും DMKയും രംഗത്ത് വന്നത്. കിരൺ അതൊക്കെ വിശദമായി നോക്കി കണ്ടു കാണും. അവരുടെ ഒരു ആ ഒരു ഫീൽ അങ്ങനെയായിരുന്നു. TDPയും സമാനമായ രീതിയിൽ വലിയ ഒരു കോൺഫിഡൻസോടു കൂടിയാണ് വന്നത്. പക്ഷേ സ്വാഭാവികമായും BJP സംബന്ധിക്കുമ്പോൾ വരുന്ന ഒരു പ്രധാന പ്രശ്നം അവരുടെ ഘടകകക്ഷികൾ അത്ര കഴിഞ്ഞ തവണ അവർക്ക് അത്ര വലിയ ശക്തരായ ഘടകകക്ഷികൾ കുറവായിരുന്നു. ഇത്തവണ ഒരല്പം ആശ്വാസമുണ്ട്. TDP ഉണ്ട്. കഴിഞ്ഞ തവണ JDU ഉണ്ടായിരുന്നു. പക്ഷേ JDUയുടെ നില കുറച്ച് പരുങ്ങലിലും ആയിരിക്കുന്നു. അപ്പോൾ ഇനി ഒരു സർക്കാർ ആരുടേത് എന്ന ഒരു വലിയ ചോദ്യമാണ് നിൽക്കുന്നത്. പ്രധാനമന്ത്രി തനിക്ക് 3ാമത്തെ അവസരം രാജ്യം തന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അല്പം മുമ്പ് പ്രസംഗിച്ചത്. സ്വാഭാവികമായും ഒരു സർക്കാർ ഉണ്ടാക്കാനുള്ള നീക്കം NDA നടത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല.